ഫ്രണ്ട്സ്, ഞാൻ സഞ്ജയ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് DVD VCD റിലീസുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാക്കിയാൽ മറക്കാതെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ തന്നെ മറക്കാതെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. കൂടാതെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറ്റുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും സഹായിക്കാം. അപ്പോൾ നമുക്ക് DVD VCD റിലീസ് അപ്ഡേറ്റിലേക്ക് കിടക്കാം. ആദ്യമായി DVD റിലീസ് ആയിരിക്കുന്നത് ഇന്ന് മാർച്ച് 4-ാം തീയതി. ഇന്ന് ഹലോ എന്ന ഒരു തെലുങ്ക് മൂവിയുടെ തമിഴ് പരിഭാഷ റിലീസ് ആയിട്ടുണ്ട്. ഇത് അഖിൽ അക്കിനേനിയും നമ്മുടെ കല്യാണി പ്രിയദർശനും അഭിനയിച്ച ഒരു സിനിമയാണ്. തെലുങ്കിൽ വൻ വിജയം നേടിയ ഒരു സിനിമ തന്നെയാണ്. ഇതിപ്പോൾ ഇതിന്റെ തമിഴ് HD റിപ്പാണ് ഇപ്പോൾ റിലീസ് ആയിരിക്കുന്നത്. ഹലോ എന്ന ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായി പറയേണ്ടത് ഇതൊരു ലവ് സ്റ്റോറിയാണ്. ഒരു വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സ്റ്റോറി, കുറച്ച് വ്യത്യസ്തത അവകാശപ്പെടാനുമുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് ഈ സിനിമയ്ക്കുള്ളത്. ഇത് വളരെ മികച്ച വിജയം ബോക്സ് ഓഫീസിൽ നേടുകയും ചെയ്തു. അടുത്തായി DVD ഇനി റിലീസ് ആകാൻ പോകുന്ന DVD, ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ റിലീസ് ആകാൻ പോകുന്ന DVDയെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഞാനിനി നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ പോകുന്നത്. മാർച്ച് 8-ാം തീയതി DVD റിലീസ് ആകാൻ പോകുന്ന ഒരു സിനിമയുണ്ട്. നമ്മുടെ കാർത്തി നായകനായി വന്ന ദേവ് എന്ന സിനിമ. അത് ടെന്റ് കോട്ട വഴി മാർച്ച് 8-ാം തീയതി DVD റിലീസ് ആവുമെന്നാണ് ഇതിനോടകം നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ലവ് സ്റ്റോറി. ഇത് ഒരു ലവ് സ്റ്റോറിയാണ്. സ്ഥിരം ശൈലിയിൽ തന്നെ ഒരുക്കിയിട്ടുള്ള ഒരു സിനിമ. വലിയ വ്യത്യസ്തതയൊന്നും ആവശ്യപ്പെടാൻ ഈ സിനിമയ്ക്കില്ല. ഇത് ബോക്സ് ഓഫീസിൽ വേണ്ട വിജയം നേടാൻ സാധിക്കാതെ പോയൊരു സിനിമ തന്നെയാണ്. കുറച്ച് നാൾ കൂടി കാർത്തിയുടെ ഇറങ്ങിയതിൽ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടാതെ പോയൊരു സിനിമ തന്നെയാണ് ദേവ്. അടുത്തതായി DVD റിലീസ് ആകുമ്പോൾ മാർച്ച് 8-ാം തീയതി തന്നെ ടെന്റ് കോട്ട വഴി കണ എന്ന നമ്മുടെ ശിവകാർത്തികേയൻ പ്രൊഡ്യൂസ് ചെയ്ത് ശിവകാർത്തികേയനും അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് കണ. ഇത് ബോക്സ് ഓഫീസിൽ നിന്നും വളരെ മികച്ച വിജയം നേടിയ ഒരു സിനിമ തന്നെയാണ്. ഇതിനകത്ത് മുഖ്യ കഥാപാത്രമായി എത്തിയിരിക്കുന്നത് ഐശ്വര്യ രാജേഷ് ആണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു സ്പോർട്സ് ബേസിൽ ബന്ധപ്പെട്ട ഒരു സിനിമ തന്നെയാണ് കണ. ഇത് ഒരു വളരെ മികച്ച സിനിമ ആയിട്ട് തന്നെ, പക്ഷെ ഞാൻ കാണാൻ സാധിച്ചിട്ടില്ല, ഒരു വളരെ മികച്ച സിനിമ ആയിട്ട് തന്നെയാണ് ഇതിനെ ഞാൻ കണക്കൂട്ടിയിരിക്കുന്നത്. ഇതിനുശേഷം DVD റിലീസ് ആകുമ്പോൾ മാർച്ച് 10-ാം തീയതി കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയുടെ DVD ആണ്. DVD റിലീസ് ആകുമ്പോൾ എന്ന് എനിക്കറിയില്ല, കാരണം ഇത് ഏഷ്യനിൽ ഫ്ലവേഴ്സിലുമായിട്ട് മാർച്ച് 10-ാം തീയതി ഞായറാഴ്ച 7 മണിക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ അതിനെ തുടർന്ന് അവർ മാർച്ച് 10-ാം തീയതി ഇതിന്റെ DVD റിലീസ് ആക്കിയേക്കാം, അല്ലെങ്കിൽ മറ്റേ TV റിപ്പ് അങ്ങനെയൊക്കെ നമ്മുടെ വഴി നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നമ്മളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഇതിനുശേഷം DVD റിലീസ് ആകുമ്പോൾ മാർച്ച് 10-ാം തീയതി തന്നെ ഹിന്ദി മറ്റേ സി സിനിമാസിലൂടെ 2.0 എന്ന രജനികാന്ത് നായകനായി വന്ന സിനിമയുടെ ഹിന്ദി പരിഭാഷയാണ് റിലീസ് ആകാൻ പോകുന്നത്. ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് മാർച്ച് 10-ാം തീയതിയാണ്. മാർച്ച് 12-ാം തീയതി ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഇതിന്റെ തമിഴ് HD റിപ്പ് നമ്മളിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഇത് ഏകദേശം ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. മാർച്ച് 12-ാം തീയതി 2.0യുടെ HD റിപ്പ് ആമസോൺ പ്രൈം വീഡിയോസ് വഴി പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇതിനുശേഷം പറയാനുള്ളത് യാത്ര എന്ന നമ്മുടെ മമ്മൂട്ടി നായകനായി വന്ന YSR ആയി അഭിനയിച്ച സിനിമയായ യാത്രയുടെ DVD ആണ്. അത് മാർച്ച് 10-ാം തീയതിയാണ് അതിന്റെ DVD റിലീസ് ആകാൻ പോകുന്നത്. ഇതും ആമസോൺ പ്രൈം വീഡിയോസ് വഴിയാണ് ഇതിന്റെ റിലീസും ഉണ്ടാകുന്നത് എന്നാണ് ഇതിനോടകം നമുക്ക് കൺഫേം ചെയ്തിട്ടുള്ള വിവരങ്ങൾ. പിന്നെ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയിൽ എക്സ്പെക്ട് ചെയ്ത ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു മാർച്ച് 2, പക്ഷേ അതിന് DVD റിലീസ് ആയില്ല. അതുകൊണ്ട് തന്നെ 2.0 മാർച്ച് 2-ാം തീയതി ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത്, പക്ഷേ അത് രണ്ടും മാർച്ച് 2-ാം തീയതി റിലീസ് ആയില്ല. ഇപ്പോൾ ഇത് രണ്ടും മാർച്ച് 10-ാം തീയതി ഇപ്പോൾ യാത്ര വരുന്നു. മാർച്ച് 12-ാം തീയതി ആമസോൺ പ്രൈം വീഡിയോസ് വഴി 2.0 വരുന്നു എന്നാണ് നമുക്ക് കിട്ടിയുള്ള വിവരങ്ങൾ. ഇതിനുശേഷം വരാൻ പോകുന്നത് കുപ്രസിദ്ധ പയ്യൻ, നമ്മുടെ ടൊവിനോ തോമസും അനു സിത്താര മുഖ്യ കഥാപാത്രങ്ങളായി എത്തിയ ഒരു കുപ്രസിദ്ധ പയ്യന്റെ DVD മനോരമ മ്യൂസിക്കിൽ നിന്നും മാർച്ച് 18-ാം തീയതി DVD റിലീസ് ആവുന്നതാണ് ഇതിനോടകം കൺഫേം ആയിട്ടുള്ളത്. ചിലപ്പോൾ ഇത് മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്, കാരണം ഇത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. എങ്കിൽ കൂടി ചില സാഹചര്യങ്ങൾ മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. എങ്കിൽ കൂടി നമുക്ക് മാർച്ച് 18-ാം തീയതി ഒരു കുപ്രസിദ്ധ പയ്യന്റെ DVD റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ് മനോരമ മ്യൂസിക്കിൽ നിന്ന്. ഇതിനുശേഷം DVD റിലീസ് ആകുമ്പോൾ മാർച്ച് 28-ാം തീയതി നമ്മുടെ നീയും ഞാനും എന്നൊരു മലയാളം ചിത്രത്തിന്റെ DVD ആണ് റിലീസ് ആകുമ്പോൾ. ഇത് മുഖ്യ കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത് അനു സിത്താരയും പിന്നെ ഷർഫുദ്ദീനും ഒക്കെയാണ് ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത്. ഇത് ബോക്സ് ഓഫീസിൽ വേണ്ട വിജയം നേടാൻ സാധിക്കാത്ത ഒരു സിനിമയാണെങ്കിൽ കൂടി ഒരു മികച്ച കണ്ടവരിൽ നിന്ന് മികച്ച അഭിപ്രായം നേടാൻ സാധിച്ച ഒരു സിനിമ തന്നെയാണ് നീയും ഞാനും. ഇതിനുശേഷം ഞാൻ പറയാൻ പോകുന്നത് DVD റേറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല. ഇത് എക്സ്പെക്ട് ചെയ്യാം, ഏപ്രിൽ ഉള്ളിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് സിനിമകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഞാൻ ഇനി പങ്കുവയ്ക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഇത് മാർച്ച് അവസാനം ആരും വരാൻ സാധ്യതയുണ്ട്. 21-ാം നൂറ്റാണ്ട് എന്ന സിനിമയുടെ DVD സെൻട്രൽ ഹോം എന്റർടൈൻമെന്റിൽ നിന്നും ഇപ്പോൾ ഇതിനോടകം അവരുടെ DVD VCD റിലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്.
അങ്ങനെ തുടർന്ന് ചിലപ്പോൾ മാർച്ച് അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ഏപ്രിൽ പകുതിയോടുകൂടി തന്നെ 21ാം നൂറ്റാണ്ടിനെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ജൂൺ എന്ന രതീഷ വിജയൻ നായകനായി വന്ന ജൂൺ എന്ന സിനിമയുടെ DVD ബാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സെൻട്രൽ ഹോം എന്റർടൈൻമെന്റ് തന്നെയാണ്. ഇതേ കൂടാതെ ഞാൻ പ്രകാശൻ എന്ന സിനിമയുടെ DVDയും ഈ മാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ഈ മാസം പകുതിയോടുകൂടി മാർച്ച് 18 ഇതിനോട് നമ്മൾ ഏകദേശം കൺഫേം ആക്കിയിട്ടുള്ളത്. അത് മനോരമ മ്യൂസിക്കിൽ നിന്നും ഞാൻ പ്രകാശന്റെ DVDയും മാർച്ച് 18-ാം തീയതിയാണ്. ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല. ചിലപ്പോൾ മാർച്ചിലേക്ക് നിന്ന് മാറ്റി വെക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇതിനോടൊക്കെ. അതാണ് ഞാൻ ഇതുവരെ ഡേറ്റ് കൺഫേം ചെയ്ത് പറയാത്തത്. പിന്നെ പ്രതീക്ഷിക്കാം മാർച്ച് 18-ാം തീയതി ഞാൻ പ്രകാശന്റെ DVD. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു മൂവിയുടെ റിവ്യൂ അല്ലെങ്കിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനടി വരാം. ഓക്കെ, ബൈ.